അതില അഹങ്കാരിയായി മാറാനുള്ള കാരണം ലാലേട്ടൻ അനീഷിനോട് കാണിച്ചത് വെറും ക്രൂരത. കൂടുതലാണ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നല്ല, ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം രണ്ട് ലെസ്ബിയൻ കപ്പിളായ ആദില, നൂറ ആദ്യ സമയങ്ങളിൽ പ്രേക്ഷകരുടെ ഒരുപാട് പിന്തുണ നേടുകയും ഒക്കെ ചെയ്തതാണ്. നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ആദിലയും നൂറയും. അതിൽ ആദില നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പിന്നെ നൂറ അവരെ കടത്തിവിടാൻ ഇടയായി. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ആദില അഹങ്കാരിയായിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ തന്നെയാണ്. ലക്ഷ്മിയായിട്ടുള്ള വിഷയത്തിൽ ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളിയെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അവർക്ക് ഓവർ ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്തു. ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തതിന് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അവർക്ക് ഭയങ്കര അഹങ്കാരിയായിട്ട്, പ്രത്യേകിച്ച് ആദില ക്യാരക്ടർ ആകെ മാറി. പിന്നെ നമ്മുടെ റിയാസ് വന്നതിന് ശേഷം പക്ക നെഗറ്റീവായി വരും. പിന്നെ അനീഷിനോടുള്ള ഏതു നേരം മണ്ടൻ പൊട്ടൻ എന്നൊക്കെ അനീഷിനെ കളിയാക്കുക, ഏതു നേരം അനീഷിനോട് ചൊറിയുക. നമ്മൾ ഗെയിം കളിക്കാനല്ലേ പോകുന്നത്, ഒരു മത്സരാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയല്ലല്ലോ. ഇത് ഒരു മത്സരാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്യുക, മണ്ടൻ പൊട്ടൻ. പുള്ളിയൊന്നും തിരിച്ചു പറയാത്തതുകൊണ്ട് മണ്ടൻ പൊട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയെ പറയുക. അതുകൊണ്ട് അതിലേക്ക് ഭയങ്കര നെഗറ്റീവായി പോയി. എനിക്ക് ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു. എനിക്ക് പറയാൻ തന്നെ സങ്കടമുണ്ട്, അവരിങ്ങനെ ആയിപ്പോയി. റിയാസിന്റെ ഇതാണ് കൂടുതലും അതിൽ കാണിച്ചത്. പിന്നെ ലാലേട്ടൻ നിങ്ങളെയൊക്കെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് അഹങ്കാരിയായി ഈ ആദില. ഇതാണ് കാരണം, അല്ലാതെ വേറൊന്നുമല്ല. അനീഷിനോട് വളരെ, അനീഷ് പറയുന്നതൊന്നും റെസ്പെക്റ്റ് ഇല്ല. അനീഷ് ക്യാപ്റ്റൻ ആണെങ്കിൽ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. റിസൾട്ട് ടൈമിൽ പോയി അത് ഇത് എന്ന് പറഞ്ഞാൽ ഒന്നും ഇത് ചെയ്യത്തില്ല. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന അനീഷിനെ ഉപദ്രവിക്കുക, ഇതൊക്കെ അതിലെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. ഇന്നലെ ടാസ്കിലൊക്കെ ഇടയ്ക്ക് മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറയുന്നത് കേട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലാലേട്ടൻ ഓരോ ക്വസ്റ്റ്യങ്ങൾ, ജനറൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞ ഈ അനീഷാണ്. ഈ അനീഷ് എങ്ങനെ മണ്ടൻ പൊട്ടനാകുന്നത്? ഈ പറയാതിരിക്കുന്നവരെല്ലാം മണ്ടനും പൊട്ടനും ഒക്കെ. നമ്മൾ ആരെ താറഴിച്ച് കാണരുത്, അല്ല ആരെ ചെറുതായിട്ടോ വലുതായിട്ടോ കാണാൻ പാടില്ല. നമ്മളെല്ലാം മനുഷ്യനായിട്ട് സ്നേഹിക്കുക, അതാണ് വേണ്ടത്. ഇത് അതല്ല. ഇത് ആദിലേക്ക് അനീഷിന് എന്തോ കോമൺ ആയിട്ടോ എന്തോ ഒരു ദേഷ്യമാണ്. അനീഷ് എന്തോ തെറ്റ് ചെയ്ത പോലെയൊക്കെയാണ് ആദിലയുടെ പെരുമാറ്റത്തിൽ കുറച്ച് നാളായിട്ട്. എന്നിട്ട് അനീഷിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. വേറെ ആരോടും ദേഷ്യപ്പെടുന്ന ഞാൻ കാണുന്നില്ല ആദില ആവശ്യമില്ലാതെ. നൂറ പിന്നെ പലരോടും ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ ആദില ഒന്നും ദേഷ്യപ്പെടാന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അനീഷിനെ കാണുമ്പോൾ മാത്രം ആദിലേക്ക് ഭയങ്കര അങ്ങോട്ട് കുരു പൊട്ടുകയാണ്. പിന്നെ ആദില പറയുന്നത് എന്താണെന്നോ ചെയ്യുന്നത് എന്താണെന്നോ ആദിലേക്ക് തന്നെ അറിയത്തില്ല. അനീഷ് പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. അനീഷ് ക്യാപ്റ്റനാകുമ്പോൾ അവർ പറയുന്നത് കേൾക്കണമല്ലോ. അല്ല, അനീഷിനെ ഓരോരുത്തരും ഓരോ ക്യാപ്റ്റന്മാർ പുള്ളി ഏൽപ്പിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ ആദിലേക്ക് മാത്രം ഒന്നും ഇത് ചെയ്യത്തില്ല. അതിൽ ഭയങ്കര മോശമായിട്ട് അനീഷിനോട് പെരുമാറുന്നത്, ഭയങ്കര അഹങ്കാരിയായി മാറിയിരിക്കുകയാണ്. അത് കാരണം ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ ഓർഡറായിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്തു, ഇത് ചെയ്തു, പിന്തുണ കൊടുത്തു. ആ പിന്തുണയിലാണ് ഈ അതിൽ ഇത്രയ്ക്ക് ഓവറായത്. അതിലേക്ക് മനസ്സിലായി പുറത്തെന്തോ ഭയങ്കര സംഭവമാണ്, അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ ഇങ്ങനെ ഇത് ചെയ്തു. പക്ഷെ ഇവരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ ലക്ഷ്മിയുടെ വിഷയത്തോടു കൂടി ഇവർ നല്ല പോലെ ഈ ഗെയിമിൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ആദിലയുടെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞ പെരുമാറ്റം കൊണ്ട് പണി കിട്ടിയതിന് ഉറയ്ക്കാണ്. അപ്പം എൻ്റെ കൊച്ചിയുടെ അവസാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.